ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് സൈബർ അഡിക്ഷനെ കുറിച്ചാണ്. ഏതെങ്കിലും ഒരു സംഭവം അളവിനേക്കാളും കൂടുതൽ നമുക്കത് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അതിന് അഡിക്ഷൻ എന്ന് ഈ പറഞ്ഞ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് ഹു കാൻ സ്റ്റോപ്പ് ഡ്രിങ്കിങ് ആൽക്കഹോൾ, റൈറ്റ്? വർക്കഹോളിക് എന്ന് പറയുമ്പോൾ ഹു കാൻ സ്റ്റോപ്പ് വർക്കിംഗ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു സൈബർ അഡിക്ഷൻ. ബേസിക്കലി ഇൻ്റർനെറ്റ് ബേസ്ഡ് ടെക്നോളജീസിനോടുള്ളൊരു അഡിക്ഷനെയാണ് നമ്മൾ സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ന്യൂ ഫിനോമിനൻ. ന്യൂ എന്ന് പറയാൻ പറ്റില്ല. എവർ സിൻസ് ICT ഹാസ് എക്സ്പ്ലോഡഡ്, ദിസ് ഫിനോമിനൻ ഹാസ് ബിൻ ഓൺ ദ റൈസ്. സൈബർ അഡിക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് it is the overuse of computer technology to the extent that it causes problem in the physical, psychological, social or professional life of an individual. ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ആവാം, മെൻ്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആവാം, ആളുടെ സോഷ്യൽ വർക്ക് ലൈഫിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ആളുടെ ജോലി അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രോബ്ലംസ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ചെല്ലുമ്പോഴാണ് അത് സൈബർ അഡിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, he or she won't be able to survive without computer tech. കമ്പ്യൂട്ടർ ടെക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് മൊബൈൽ ഫോൺസ് ഓൾസോ. ഓക്കെ, IT ബേസ്ഡ് ICT ഇല്ലാണ്ട് ആൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് അഡിക്ഷൻ. ഓക്കെ, ഇറ്റ് ക്യാൻ ലീഡ് ടു കമ്പൾസീവ് ബിഹേവിയേഴ്സ് ഇൻ വേരിയസ് ഏരിയസ്. പല മേഖലകളിൽ ഈ പറഞ്ഞ കമ്പൾസീവ് ബിഹേവിയർ, ഇത് ചെയ്യാണ്ട് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടാവും. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, റിലേഷൻഷിപ്സ് എന്ന കേസിൽ. ചില കേസുകളിൽ നോക്കുമ്പോൾ റിലേഷൻഷിപ്പ്, ആൾക്കാർ നേരിട്ട് ഉള്ള റിലേഷൻഷിപ്പിനേക്കാളും മച്ച് കംഫർട്ടബിൾ ഓൺലൈനിലുള്ള റിലേഷൻഷിപ്സാണ്. ഓക്കെ, നമുക്ക് അതൊരു ഇപ്പം ഭയങ്കരമായിട്ടൊരു മുമ്പ് അതൊരു റെയർ കാര്യമായിരുന്നു. ചാറ്റിംഗ് ഒക്കെ വന്ന സമയത്ത് അതൊരു റെയർ ആയിട്ടുള്ളൊരു കൺസെപ്റ്റായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറ്റ് ഇസ് ക്വൈറ്റ് കോമൺ. പീപ്പിൾ ആർ മച്ച് മോർ കംഫർട്ടബിൾ ക്രിയേറ്റിംഗ് ഓൺലൈൻ ഫ്രണ്ട്സ് ആൻഡ് റാദർ ദാൻ ഹാവിങ് ഫ്രണ്ട്സ് ഫേസ് ടു ഫേസ്, മേക്കിംഗ് ഫ്രണ്ട്സ് ഫേസ് ടു ഫേസ്. ദേ മച്ച് മോർ കംഫർട്ടബിൾ. അവർക്ക് സ്വന്തമായിട്ടൊരു പെർസോണ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു പേഴ്സണാലിറ്റി തന്നെ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദേ മച്ച് മോർ കംഫർട്ടബിൾ ബിഹൈൻഡ് ദ സ്ക്രീൻ. സെക്കൻഡ് വൺ, മണി. ഈ മണിയിലൂടെ വരുന്ന കമ്പൾസീവ് ബിഹേവിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാംബ്ലിങ്, ബെറ്റിംഗ്, ഓൺലൈനായിട്ടുള്ള എന്താ പറയുക, അങ്ങനത്തെ ഇല്ലീഗൽ ട്രേഡിങ്സ്, ഓപ്ഷൻസ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ ഇൻഫർമേഷൻ സെർച്ചിങ്, തൊട്ടേനും പിടിച്ചാനും ഒക്കെ ഓൺലൈൻ നോക്കിക്കൊണ്ടിരിക്കുക, ഓൺലൈൻ ഇങ്ങനെ ചുമ്മാ കുറേ ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ദർ ആർ സർട്ടൻ ആപ്സ് ദാറ്റ് പെർഫോം ദിസ് ഫങ്ഷൻ, ദാറ്റ് ഗിവ്സ് യു ദിസ് ഫങ്ഷൻ. ദീസ് ആപ്പ് വാട്ട് ദേ ഡു ഇസ് ദാറ്റ് they somehow learn your taste and preference and keep providing you with information more and more. Okay, അപ്പോൾ അതിൻ്റെ ഒരു വേറെ പകർപ്പാണ് നമ്മുടെ ഈ ടിക്ടോക്കും ഫേസ്ബുക്കിലത്തെ റെക്കമെൻഡഡ് വ്യൂസ്. നിങ്ങളൊരു വീഡിയോ എടുത്ത് നോക്കും, പിന്നെ അതിനോട് ചേർന്നിട്ട് വിൽ സ്റ്റിൽ കീപ്പ് ഓൺ ലുക്കിംഗ്. ഓക്കെ, നിങ്ങൾ രാത്രിയൊക്കെ ഇതെങ്ങനെ നോക്കി തുടങ്ങിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് തന്നെ അറിയില്ല. പ്രോബ്ലി 1-2 hours നിങ്ങൾ ഇത് തന്നെ ഇങ്ങനെ നോക്കി പോകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഗെയിമിങ്. ഓൺലൈൻ ഗെയിമിംഗ്, എസ്പെഷ്യലി മാസീവ് മൾട്ടിപ്ലെയർ ഓൺലൈൻ ഗെയിംസ് ഒക്കെ ഭയങ്കര അഡിക്റ്റീവ് ആണ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ റിലേറ്റഡ് ടു സെക്സ്, അതായത് അഡൾട്ട് ചാറ്റ് റൂംസ്, പൊർണോഗ്രഫി, ഈ വക ഏരിയകളിലേക്ക് പോകുന്നത് ഒരു കമ്പൾസീവ് ബിഹേവിയറും ഈ സൈബർ അഡിക്ഷനിൽ വരുന്നു. ഓക്കെ, we'll look into the problems or risks associated with cyber addiction. Now, one of the problems is anxiety. Now, when we talk about anxiety, the major issue that comes is a lot of unwanted news, അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര പ്രോബ്ലം ക്രിയേറ്റിംഗ് ന്യൂസസ് ഉണ്ടാവും. ദാറ്റ് ഈസ് അവൈലബിൾ ഓൺ ദ ഫിംഗർ ടിപ്സ്. അൺനെസസറി ആയിട്ടുള്ളൊരു പേടി, ഓക്കെ, ഈ അല്ലെങ്കിൽ ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഈ നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള സൈബർ അഡിക്ഷനെ പറ്റും. ഇഫ് യു കോൺസ്റ്റൻ്റ്ലി ഓൺലൈൻ ബീങ് ഹിറ്റ് വിത്ത് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ വരും, ഡോണ്ട് ഡ്രിങ്ക് ഫ്രൂട്ടി, ഇറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് ബൈ, എന്താ പറയുക, ഏതൊരു എയ്ഡ്സ് ഉള്ളൊരു ആളുടെ രക്തം അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ കുറേ ഫാൾസ് ന്യൂസ്, കണ്ടമാനം അൺനെസസറി ന്യൂസസ് വരുന്നുണ്ട്. വൺ ഓഫ് ദ റീസൺസ് അവർ ഗവൺമെൻറ് വാസ് എ ലിറ്റിൽ too strong in terms of fake news is being spread is simply because of problems associated with this. Unnecessary ആയിട്ടുള്ള panic, unnecessary ആയിട്ടുള്ള anxiety, depression ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡിപ്രഷൻ. നൗ ഡിപ്രഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ, ഈ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വേ ഓഫ് ലൈഫിൽ നിന്നും അകറ്റി നിർത്തി ഇറ്റ് ക്യാൻ ആക്ച്വലി കോസ് പ്രോബ്ലംസ് ബിറ്റ്വീൻ എ ലോട്ട് ഓഫ് പീപ്പിൾ. ഫ്രണ്ട്സ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആൻഡ് ഇറ്റ് ക്യാൻ ഫൈനലി ലീഡ് എ പേഴ്സൺ ഇൻ ടു ഡിപ്രഷൻ, മെയിൻലി ബിക്കോസ് ഓഫ് ആ ഐസൊലേഷൻ ദറ്റ് കംസ് അലോങ് വിത്ത്
this kind of addiction. Then വേറെ കുറേ ടൈപ്പ് ഓഫ് അഡിക്ഷൻസിലേക്ക് വഴിയൊരുക്കാം. ആസ് എൻ ഡ്രഗ്സ്, ഗാംബ്ലിങ്, ഓക്കെ, സെക്സ്, ഈ വക സാധനങ്ങളിലെല്ലാത്തിലും അഡിക്ഷൻ ഇറ്റ് ക്യാൻ ആക്ച്വലി പേവ് വേ. ഓൺലൈൻ വഴി നമുക്ക് ഡ്രഗ്സ് വാങ്ങിക്കാം. ഓൺലൈനിൽ ഈ പറഞ്ഞിട്ടുള്ള പൊണോഗ്രാഫിക് നേച്ചറുള്ള സംഭവങ്ങൾ കണ്ട് യു ക്യാൻ ബി എൻ അഡിക്റ്റ് ടു ദാറ്റ്. ഓക്കെ, ഓൾ ഓഫ് ദീസ് തിങ്സ് ക്യാൻ ഓഫൻ കോസ് പ്രോബ്ലംസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട്. ഇവിടെ ലാക്ക് ഓഫ് സോഷ്യൽ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ച്വൽ ഫ്രണ്ട് ഉണ്ടാവും. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരു ആക്ച്വൽ ഫ്രണ്ട് അടുത്ത് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക, പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുമ്പോഴല്ലോ, ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗിവ്സ് യു എ പീസ് ഓഫ് മൈൻഡ്. നമുക്കൊരു സപ്പോർട്ട് നമ്മുടെ പാരൻസിൻ്റെ അടുത്താണെങ്കിലും നമ്മുടെ സിബ്ലിങ്സിൻ്റെ അടുത്താണെങ്കിലും നമുക്കൊരു കാര്യം പറയാൻ പറ്റുക എന്ന് പറയുമ്പോഴല്ലോ, ദാറ്റ്സ് എ വെരി സ്ട്രോങ് സോഴ്സ് ഓഫ് സപ്പോർട്ട്. ആൻഡ് പല ട്രാജഡീസും സംഭവിക്കാനുള്ള ഒരു റീസൺ, I'm not saying every tragedy, but at least some of the tragedies that happen is primarily because you don't have a physical person, or you would prefer not to speak to a physical person. The problem is we don't know who's behind that. അത് ചിലപ്പോൾ വല്ല മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ somebody who actually wants to harm you, അല്ലെങ്കിൽ who just wants to make fun of you. എന്തായിരിക്കാം, ചിലപ്പോൾ വളരെ റെയർ ആയിട്ടുള്ള ഒക്കേഷൻസിൽ അതൊരു ജെനുവിൻ ആളായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ പോലും the chances of having somebody who wants us, who cares for us in the other side of the screen is extremely rare. Okay, അതുകൊണ്ട് തന്നെ ആ സോഷ്യൽ സപ്പോർട്ട് പലപ്പോഴും ആൾക്കാർക്ക് കിട്ടാതെ പോകുന്നു. അവിടെയാണ് കുറേ ട്രാജഡീസ് സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടീനേജേഴ്സ്, റിസ്ക് അസോസിയേറ്റഡ്. ടീനേജർ ഒരു റിസ്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ടീനേജേഴ്സിലുണ്ടാവാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ജനറലി ടെൻ ടു ബി എക്സ്ട്രീംലി ഇൻഫാക്ച്വേറ്റഡ് വിത്ത് എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് അഡൾട്ട്സ് കൺസിഡർ സ്മോൾ ആൻഡ് ട്രിവിയൽ. ഒരു കുട്ടിയുടെ മനസ്സ് അങ്ങനെയാണ് അല്ലേ, അല്ലെങ്കിൽ കുട്ടി ഹൂസ് ട്രാൻസ്ഫോമിങ് ഇൻ ടു ആൻ അഡൾട്ട്. ഒരു ട്രാൻസ്ഫോമിങ് ഫേസ് ആണ്, കംപ്ലീറ്റ്ലി ഒരു അഡൾട്ട് ആയിട്ടില്ല. അപ്പോൾ ഒരു അഡൾട്ട് പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു കൗതുകത്തോടെ ആയിരിക്കും അവർ വ്യൂ ചെയ്യുക, വിച്ച് ക്യാൻ ആക്ച്വലി മൂവ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് അഡിക്ഷൻ. ഓക്കെ, ദെൻ അനദർ ഇഷ്യൂ ഈസ് എ ലാക്ക് ഓഫ് ആപ്പറ്റൈറ്റ്. all of us who are actually glued to the screens, movies ആയിരിക്കാം, സീരീസ് ആയിരിക്കാം, ഗെയിംസ് ആയിരിക്കാം. Okay, you've seen actually it is a common sight now. You'll find children sitting inside the class, അല്ലെങ്കിൽ outside the class playing the game PUBG. Okay, but all of that, it's a common sight. അത് PUBG ആവുന്നില്ല, എനി ടീം ഗെയിം, എനി മൾട്ടിപ്ലെയർ ഗെയിം, ഷൂട്ടർ ഗെയിം ആയിരിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ കാർ ഗെയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ഇവനുള്ള ഫസ്റ്റ് പേഴ്സൺ സ്ട്രാറ്റജി ഗെയിംസ് ആയിരിക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഗെയിംസൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത്, ആൻഡ് ദിൽ പ്ലേ ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ് ഇഫ് ദേ ആർ നോട്ട് ഡിസ്റ്റർബ്ഡ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് എ ലോസ് ഓഫ് ഫോക്കസ് ഓൺ പ്രയോറിറ്റീസ്. നമ്മുടെ ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഐ ഹാവ് ടു അച്ചീവ്. ആ അച്ചീവ് ചെയ്യാൻ പലപ്പോഴും ഒരു വലിയൊരു ഡിസ്ട്രാക്ഷനാണ് ഈ പറഞ്ഞിട്ടുള്ള സൈബർ അഡിക്ഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്. ഇവിടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് എന്ന് മെയിനായിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇഷ്യൂസ് ദാറ്റ് കം അലോങ് വിത്ത് lack of communication between those who are special or who are important to you. Okay, when I say special or important, it includes father, mother, brother, sister, your friends, whoever is important in your life. Okay, relatives, ഇവരോടൊന്നും നമ്മൾ, if you don't spend time, the distance between you people will increase. അതുകൊണ്ട് തന്നെ cyber addiction often plays a damaging role when it comes to maintaining relationships. You don't have time. Time is it's finite. എല്ലാ ദിവസവും നമുക്ക് 24 hours ഉണ്ട്. ഈ 24 hours 8 hours if you're playing games, that 8 hours is gone no matter what. Being human, you have to sleep for some time. ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കും. You will be left with little or no time at all to deal with your relationships. Then the next one is financial problems associated with that. കുറച്ച് പേരിൽ കണ്ടുവന്നൊരു ടെൻഡൻസിയാണ്. ഐ എം നോട്ട് സെയിങ് എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു ദ മൊബൈൽ, ബട്ട് ഇറ്റ്സ് എ റിയലി ഗുഡ് എക്സാമ്പിൾ. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺസിനെ തന്നെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, മൊബൈൽ ഫോൺസിനകത്തുള്ള ഗെയിംസ്, ചില ഗെയിംസ് you can play it for free, പക്ഷേ ഒരു പെർട്ടിക്കുലർ ലെവൽ കടക്കണമെങ്കിൽ you have to buy an item, you have to buy a gem, you have to buy this sword, ഒരു പാക്കായിരിക്കാം,
ഓക്കെ, എന്തെങ്കിലും ഒരു ടെർബോ പാക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് വിച്ച് യു ഹാവ് ടു ബൈ ഇഫ് യു വോണ്ട് ദാറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ദാറ്റ് ക്യാരക്ടർ ടു ഹാവ് എൻ എഡ്ജ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളറിയാണ്ട് തന്നെ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് നമ്മൾ ഒരു 50 റുപ്പീസ് ആയിരിക്കാം, 70 റുപ്പീസ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു 100 റുപ്പീസൊക്കെ ആയിരിക്കാം. അങ്ങനെ കുറച്ചേശായിട്ട് ഇറ്റ്സ് ബി പേയ്ഡ് ഇൻ സ്മോൾ തിങ്. നമ്മളെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ over a period of 1 month or 2 months we would have paid a huge amount of money. നമ്മൾ അറിയാണ്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് നമ്മൾ കളയുന്നത്. ക്ലിയർ? ചെറിയ എമൗണ്ട്സ് ആയിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. നമ്മളിപ്പോൾ ഇഫ് യു ഗെറ്റ് ഇൻ ടു ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ ബെറ്റിംഗ് ആണെങ്കിൽ പോലും, ഈ റമ്മി പോലത്തെ ഗെയിംസ് ആണെങ്കിൽ ദിസ് ക്യാൻ ഹാപ്പൻ. യു ക്യാൻ എൻഡ് അപ്പ് ലൂസിങ് ആക്ച്വൽ മണി. ഓക്കെ, ദെൻ ബർഡൻ ടു ദ ബോഡി. ബർഡൻ ടു ദ ബോഡി എന്ന് പറയുമ്പോൾ പല എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇതിനോട് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ബാക്ക് പ്രോബ്ലംസ്, ഷോൾഡർ, നെക്ക്, ഇതെല്ലാം പ്രോബ്ലം. ഒബേസിറ്റിയുടെ ഒരു കൺസേൺ. ഓക്കെ, ലാക്ക് ഓഫ് എക്സസൈസ് കാരണം ഉണ്ടാവുന്ന ഹെൽത്ത് കൺസേൺസ്. പിന്നെ ഓഡ് പൊസിഷൻസിലിരുന്നിട്ട് ഇപ്പം ബെഡിലിരുന്ന് കാണുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ലാപ്പ് വെച്ചിട്ട് കാണുമ്പോൾ അതിന് റേഡിയേഷൻ്റെ ഒരു ഇഷ്യൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് ഹിറ്റ് ചെയ്ത് ബോഡി സഫേഴ്സ് എ ലോട്ട് ഫ്രം ദിസ്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് managing cyber addiction. Now when you talk about managing cyber addiction, there are several ways to actually manage cyber addiction. Now സൈബർ അഡിക്ഷൻ എപ്പോഴും സംഭവിക്കുന്ന, ആ അഡിക്ഷൻ എലമെൻറ്റ് സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു അണ്ടർലൈങ് റീസൺ ഉണ്ട്. ഓക്കെ, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഇസ് ടു ഫൈൻഡ് ദി അണ്ടർലൈങ് റീസൺ. ആ അണ്ടർലൈങ് റീസൺ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. വൈ ഈസ് ഹീ മൂവിങ് ഇൻ ടു ദാറ്റ് ഡയറക്ഷൻ? ഒരാൾ എന്തുകൊണ്ട് അത്രയും ടൈം അതിൽ ഹി ഡസൻറ്റ് സിംപ്ലി സ്പെൻഡ് ബിക്കോസ് ഹി ലൈക്സ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് വൺ റീസൺ, ബട്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് അതർ റീസൺസ് ആസ് ടു വൈ ദാറ്റ് അഡിക്ഷൻ പെർസിസ്റ്റ്. ഓക്കെ, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് കോപ്പിംഗ് സ്കിൽസ്. ആസ് ഐ സെഡ് ഏർലിയർ, എന്തെങ്കിലും ഒരു അണ്ടർലൈങ് ഇഷ്യൂ കാരണമായിരിക്കാം ഈ പറഞ്ഞിട്ടുള്ള ആൾ ഹി എൻറ്റേഴ്സ് ഇൻ ടു ദ സൈബർ വേൾഡ്, അല്ലെങ്കിൽ ഹി സ്റ്റേസ് അഡിക്റ്റഡ് ടു ദിസ് സൈബർ സ്പേസ്. നൗ ആ അണ്ടർലൈങ് ഇഷ്യൂവിൻ്റെ ഒപ്പം തന്നെ അനദർ റീസൺ ഹി സ്റ്റേസ് ദർ ഇസ് സിംപ്ലി ബിക്കോസ് ഹി ഫൈൻഡ്സ് ദി ഔട്ട്സൈഡ് വേൾഡ്. ആ പുറം ലോകം ബുദ്ധിമുട്ടാണ്, അവിടെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ സാധാരണ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള സൈബർ സ്പേസ് അവരുടെ ഹോമായിട്ട് മാറ്റാം. ദേ ബിക്കം സൈബർ എൻറ്റിറ്റീസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇഫ് യു വോണ്ട് ടു ബ്രേക്ക് ദാറ്റ് അഡിക്ഷൻ, വൺ വേ യു ക്യാൻ ഡു ഇസ് ടു ഇൻക്രീസ് ഹിസ് ഓർ ഹേഴ്സ് കോപ്പിംഗ് സ്കിൽസ്. ഓക്കെ, പുറമേ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യാൻ, സംസാരിക്കാനായിട്ട്, പുറമേയുള്ള വേൾഡിനെ കുറച്ചുകൂടി ആക്സെപ്റ്റബിൾ ആക്കാനായിട്ട് വേണ്ട സ്കില്ലുകൾ കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് തിങ്. ദെൻ തേർഡ് വൺ ഈസ് strengthening the relationship. Now third way of building അല്ലെങ്കിൽ managing the internet addiction is to strengthen the relationship around that individual. ആ പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൻ്റെ ലൈഫിൽ നല്ലപോലെ ഒരു പോസിറ്റീവ് പ്രസൻസ് ആയിട്ട് ചുറ്റുമുള്ളവരുണ്ടാവണം. ഓക്കെ, ഫോഴ്സിങ് ദാറ്റ് പേഴ്സൺ ടു കം ഔട്ട് ഫ്രം ദാറ്റ് സൈബർ വേൾഡ്. ദെൻ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എൻകറേജ് അതർ ഇൻട്രസ്റ്റ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഫോൺ അല്ലാണ്ട് പുറത്ത് പോയി കളിക്കുക. നിങ്ങളുടെ പാരൻസൊക്കെ ഇടയ്ക്ക് പറയുന്നൊരു ഡയലോഗാണ്, യു ഷുഡ് എൻജോയ് പ്ലേയിങ് ഔട്ട്സൈഡ്. അതൊരു ട്രൂ ആയിട്ടുള്ള ഫാക്റ്റാണ്. ഓക്കെ, യു വിൽ ഹിയർ ലോട്ട് ഓഫ് പീപ്പിൾ, ലോട്ട് ഓഫ് ദി അഡൾട്ട്സ് ഇൻ യുവർ ലൈഫ് സേയിങ് അല്ലെങ്കിൽ ടോക്കിംഗ് അബൌട്ട് തിങ്സ് ലൈക്ക് പണ്ടൊക്കെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ പാരൻസൊക്കെ ഞങ്ങൾ വീട്ടിനകത്തേക്ക് വലിച്ചുകൊണ്ട് വരേണ്ടി വരും കളി നിർത്താനായിട്ട്. നൗ വി ഹാവ് ടു ആക്ച്വലി പുഷ് യു ഗൈസ് ഔട്ട്സൈഡ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഈസ് എൻറ്റയർലി ട്രൂ, പക്ഷേ അങ്ങനൊരു ട്രെൻഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, മെനി പീപ്പിൾ അല്ലെങ്കിൽ മെനി ചിൽഡ്രൻ ഫീൽ കംഫർട്ടബിൾ inside, in front of their laps or in front of their tabs or your phones, എന്താണെങ്കിലും they are much more comfortable with that rather than going outside and playing with friends, making a friend circle, making a neighborhood group. അങ്ങനെ അതിനേക്കാളും ഒത്തിരി ഇൻട്രോവേർട്ടുകളല്ല ഇൻസൈഡിലേക്ക് ഇങ്ങനെ ഒതുങ്ങി കൂടാനായിട്ട് താല്പര്യം കാണിക്കുന്ന ആൾക്കാരായിട്ട് മാറാണ്. ദെൻ മോണിറ്റർ ദി കമ്പ്യൂട്ടർ യൂസേജ്. വൺ ഓഫ് ദ വേസ് is to monitor computer usage, especially if you are the elder person in the family. Keep in mind, elder if you have a younger brother or sister, or you have somebody who you are kind of like the guardian, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാനേജ് ചെയ്യാം. ഓക്കെ, there are several ways to manage the computer usage. You can put in parental password protection. അങ്ങനെ കുറേ സൈറ്റ്സ് നമുക്ക് ബാൻ ചെയ്തിടാം. You can add a list of websites that are prohibited. ഓക്കെ, അത് കുട്ടികൾ
especially if there are little children in your house, you can manage the use. Okay, അത് നമ്മൾ നല്ല 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 ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസിനകത്ത് ഈ പാരൻ്റൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സെറ്റ് ടൈം ലിമിറ്റ്. അത് വളരെ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. വൺ ഓഫ് ദി ബിഗസ്റ്റ് വേ ഓഫ് ബ്രേക്കിംഗ് എനി കൈൻഡ് ഓഫ് അഡിക്ഷൻ ഇസ് ടു സെറ്റ് ടൈം ലിമിറ്റ്സ് ഫോർ എനിത്തിങ്. ഓക്കെ, ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും സെറ്റിംഗ് എ ടൈം ലിമിറ്റ് ഇസ് ഓഫൻ ദി ബെസ്റ്റ് വേ ടു മാനേജ് എനി കൈൻഡ് ഓഫ് അഡിക്ഷൻ. ഓക്കെ, സോ thank you.